നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യാറുണ്ട്? പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. കാരണം അധികം നേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിലുള്ള വോട്ടുകൾക്ക് പോകാം. ഒരു അരമണിക്കൂറോളം ക്യൂവിൽ വന്നു. രസമല്ലേ? ഇന്നലത്തെ കോടതി ഉത്തരവിലൂടെ നടിക്ക് നികുതി കിട്ടിയില്ലായിരുന്നു. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. സാറേ, ഈ ദിലീപിനെ കുറിച്ച് കോടതിയിൽ അറിയിക്കുന്ന ആൾ കുറ്റവാളിയല്ലെന്നല്ലോ സാറേ, അതാണ് കോടതി വെറുതെ വിട്ടതിൽ വലിയ ആക്ഷേപമാണ് പറയുന്നത്. WCC അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഏത് സംഘടനകളാണ്? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപവും ഉണ്ടായിരുന്നു. ദിലീപ് പറഞ്ഞൊരു കാര്യമായി മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട്. അല്ല സാറേ, ഈ മഞ്ജു വാര്യറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോട്. ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളില്ല. അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം, ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ശിക്ഷിക്കപ്പെട്ടത് ആരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളാണ്? അല്ല, ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? അല്ല, ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത്. കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ്? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കും, സംസാരിക്കാം. അല്ല, ഞാനിതിൻ്റെ മുഴുവൻ ഇഴകീരി പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറച്ചുകൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. പ്രോസിക്യൂഷന് നിങ്ങളെന്താ വരുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിക്കുന്നത്? പുറത്തുനിന്ന് ആരെങ്കിലും സാറേ, ഇതിലെ ഈ സംഭവം സാറ് കാണണമല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ കാണുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്നാണ് സാറിന് തോന്നുന്നത്. എന്താണ് സാറിന്റെ അഭിപ്രായം? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? സാറിന് എന്ത് തോന്നുന്നു? സാർ സ്വാഭാവികമായിട്ട് സാറിന്റെ ഒരു വാക്കുകൾ ഒരു സമൂഹം ശ്രദ്ധിക്കുന്നതാണ്. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ എന്തെങ്കിലും ദിലീപിൻ്റെ ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ തെളിവ് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ. ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന് നേരില്ലല്ലേ ഈ കാര്യത്തിൽ? എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ടയില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും, ഇല്ലേ? ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ?
നടി ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നടി ഗൂഢാലോചന നടത്തിയത് നിങ്ങൾ നടിയോട് ചോദിച്ചോ? സാറേ, ഈ ദിലീപ് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആരെങ്കിലും ഗൂഢാലോചന സംഘടനകളിൽ നിന്നൊക്കെ പുറത്താക്കിയിരുന്നു. സാറിന്റെ ഒരു അഭിപ്രായം എന്താ? തിരിച്ചെടുക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കത്തില്ല. നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ട്. അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. മാതൃഭൂമി ഞാൻ ആദ്യം കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരിയൊന്നുമല്ലല്ലോ. ഇതൊരു പൊതുവായ കാര്യമാണ്. ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു. ഇന്നു വരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. നമ്മുടെ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ. മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത്? മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽക്കോടതികൾ എന്താ നിലപാടെടുത്തത്? നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത്. അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ? അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു എന്നാണോ? എന്നിട്ട് എവിടെയാ കൊടുത്തത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ? അതെന്താ? തെളിവാക്കണമെന്ന് അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ. പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ. ഹൈക്കോടതിയിൽ ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ. ആ നിലപാടിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ളൊരു കോടതിക്ക് അധികാരമുണ്ടോ രാജ്യത്ത്? അതെ. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അതിജീവിതം ആവശ്യപ്പെട്ടു. കോടതി എന്ത് പറഞ്ഞു? കോടതി അതിനെ പരിഗണിച്ചോ? കോടതി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ? എനിക്കറിയില്ല. നിങ്ങൾ പറയും. കോടതി നമ്മളാണോ തീർപ്പാക്കുന്നത്? അത് അവിടെ നിലനിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കൂ എന്താണ് ഇതിലൊരു നിലപാടെടുത്തത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുനയിലാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞ് ഹൈക്കോടതി സംശയം നിലനിലാണ്. ഹലോ, ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹൈക്കോടതി നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരു ഹർജി കോടതിയിൽ വരികയും അതിൽ ഗൗരവമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി ഉണ്ടായിരിക്കുമോ? നിങ്ങൾ അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു നിലപാടുള്ളൊരു കേസിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, മന്ത്രി രാജീവ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന് കൃത്യമായി പറയുന്നു. ഏത് കേസിലും സ്വാഭാവികമായി സംഭവിക്കാവുന്നതുപോലെ ഈ കേസിൽ അപ്പീലിന് പോകാനുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? സർക്കാർ പോകും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെടാത്തതുമായ മിക്കവാറും കേസുകളിൽ അപ്പർ കോടതിയിലേക്ക് പോകാറില്ലേ? അതിനല്ലേ അപ്പർ കോടതി ഉള്ളത്. അപെക്സ് കോടതി വരെ ഉള്ള എല്ലാ സാധ്യതകളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ടി വരും. കാരണം ഇതൊരു സെൻസേഷണൽ കേസാണ്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചൊരു കേസാണ്. ഈ കേസിൽ ഒരു സെഷൻസ് കോടതി വിധിയിൽ അവസാനിക്കും എന്ന് കരുതാൻ ഞാനോ നിങ്ങളോ അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് അപെക്സ് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? വരട്ടെ.